കേരള സർവകലാശാലയിൽ പ്രകോപന നടപടികൾ തുടർന്നു വൈസ് ചാൻസലർ. മിനി കാപ്പനെ മുന്നിൽ നിർത്തിയാണ് രജിസ്ട്രാർ KS അനിൽകുമാറിനെതിരായ നീക്കം VC നടത്തുന്നത്. VCയുടെ നിർദ്ദേശപ്രകാരം രജിസ്ട്രാർ ഇന്ന് ചാർജ് എന്ന നിലയ്ക്ക് മിനി കാപ്പൻ അക്കാഡമിക് കൗൺസിൽ യോഗം വിളിച്ചത് നിയമവിരുദ്ധമെന്നാരോപിച്ച് സിൻഡിക്കേറ്റ് രംഗത്ത് വന്നു. കേരള സർവകലാശാലയിൽ വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മലിന്റെ നിയമവിരുദ്ധ നടപടികൾ ദിനംപ്രതി തുടരുകയാണ്. രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിനെതിരെയാണ് ഇതിൽ അധികം നീക്കങ്ങളും. അനിൽകുമാറിനെ പൂർണ്ണമായും ഒഴിവാക്കി സർവകലാശാല ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് VCയുടെ നീക്കം. ഇതിന്റെ ഭാഗമായി സർവകലാശാലയുടെ അക്കാദമിക് കൗൺസിൽ യോഗം വിളിച്ചുകൊണ്ട് ഉത്തരവിട്ടു. ഓഗസ്റ്റ് 14-നാണ് യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുള്ളത്. രജിസ്ട്രാറുടെ ചുമതല വഹിക്കുന്നു എന്ന് VC പറയുന്ന ഡോക്ടർ മിനി കാപ്പൻ വഴി എല്ലാ അംഗങ്ങൾക്കും നോട്ടീസ് അയച്ചു. അടിയന്തര സിൻഡിക്കേറ്റ് യോഗം ചേരണം എന്ന ഇടത് അംഗങ്ങളുടെ ആവശ്യം പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടാണ് അക്കാദമിക് കൗൺസിൽ വിളിക്കാനുള്ള VCയുടെ നീക്കം. ഇതിൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് കടുത്ത അതൃപ്തിയുണ്ട്. വ്യാജമായ അറിയിപ്പാണ് പോയിരിക്കുന്നതെന്നും മിനി കാപ്പൻ ഇറക്കിയ ഉത്തരവിൽ രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ നടപടി സ്വീകരിക്കുമെന്നും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വ്യക്തമാക്കി. കാരണം ഇതൊരു വ്യാജരേഖ ചമയ്ക്കലാണ്. അക്കാഡമിക് കൗൺസിലിൻ്റെ അറിയിപ്പ് പോകാനുള്ള അക്കാഡമിക് കൗൺസിൽ വിളിച്ചു ചേർക്കാനുള്ള ഔദ്യോഗിക ഫയൽ ഡിസ്കസ് എന്ന് ഇട്ടിരിക്കുകയും പിന്നീട് ഒരു അക്കാഡമിക് കൗൺസിൽ അറിയിപ്പ് രജിസ്ട്രാർ എന്ന പേരിലും രജിസ്ട്രാർ ഇൻചാർജ് എന്ന പേരിലും പോയിരിക്കുന്നു. അപ്പോൾ ഒരു വ്യാജമായ അറിയിപ്പാണത്. അത് രജിസ്ട്രാർ നിയമപരമായി അതുമായി ബന്ധപ്പെട്ടുള്ള നടപടി സ്വീകരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതേസമയം VC സർവകലാശാലയിൽ എത്താത്തത് കാരണം നിരവധി സർട്ടിഫിക്കറ്റുകളും പ്രധാന ഫയലുകളും തീരുമാനം കാത്ത് കഴിയുകയാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.